അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസിന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ഒരാളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും അവരവരുടേതായ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അവർ നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനെല്ലാം ഒറ്റമൂലിയായി അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു സമ്മാനമുണ്ട്. നമുക്ക് പലപ്പോഴും അത് തിരിച്ചറിയാതെ പോയി എന്നതാണ് നമുക്ക് സംഭവിച്ചത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ. അതിൻ്റെ വാർഷികമാണ്. ഈ ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. തീർച്ചയായിട്ടും ഈ ഖുർആൻ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസിക ശാരീരികമായ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരവും ശിഫയും ഉണ്ട് എന്നാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രീഭൂതനാകാൻ അതുകൊണ്ട് സാധ്യമാകും. പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധരായതുകൊണ്ടോ നമ്മളിതിനെ അവഗണിച്ചിരിക്കുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രവാചകനെ കൊണ്ട് അള്ളാഹു തആല പറയിപ്പിച്ച ഒരു വാചകം കാണാം. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ സമൂഹം ഈ ഖുർആനിനെ വലിച്ചെറിയുന്ന ഒരു കാലം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെയാണോ നമ്മൾ ഇതിൽ നിന്ന് അകന്നുപോയത് അപ്പോഴെല്ലാം നമ്മൾ സാമ്പത്തികമായും മാനസികമായും പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കുക, എല്ലാം നൽകുന്നവൻ നാഥനായ റബ്ബാണ്. ആ നാഥനായ റബ്ബാണ് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് പറഞ്ഞത്, അതിൻ്റെ റഹ്മത്ത് ഇറങ്ങാനും കാരണമാകുമെന്നും പറഞ്ഞത്. അതുകൊണ്ട് ഈ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ്റെ വാർഷികമായ ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ആ ഖുർആനുള്ള ബാധ്യത എത്ര കണ്ട് നിർവഹിക്കാൻ സാധിച്ചു എന്ന് ഓർക്കുക. ഈ സന്ദർഭത്തിലെങ്കിലും നാം ഒന്ന് പുനർവിചാരം നടത്തി വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു സമയത്തും ഒഴിവാക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ ഒരു പ്രാവശ്യമെങ്കിലും പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് സാധ്യമായാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അതിലുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ വിശ്വാസത്തോടു കൂടി വിശുദ്ധ ഖുർആനെ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാകാൻ നമുക്ക് സാധ്യമാകണം. ഈ വിശുദ്ധ റമദാൻ അതിന് കാരണമാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ഖത്മെങ്കിലും ഓതി തീർക്കുവാനും പഠിക്കാൻ പറ്റുന്നത്ര പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും എല്ലാവരും ശ്രദ്ധിക്കുക. നാഥനായ റബ്ബ് അവൻ്റെ റഹ്മത്തും ഷിഫയും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലാഹു തആല അതിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.